സമാധാനത്തോടെ ഒതുവെടുത്തിട്ട് നിസ്കരിക്കലല്ലേ? അള്ളാനെ കാണാനല്ലേ മോനെ നീ ഒതുവെടുക്കണേ, അല്ലാതെ വേറെ ആരെയും കാണാനല്ലല്ലോ. അള്ളാടെ മുമ്പിലല്ലേ ഒതുവെടുത്തിട്ട് പോയി നിൽക്കുന്നേ. ഒതുവില്ലാതെ ഒരു മനുഷ്യൻ സൂക്ഷ്മത പുലർത്താതെ നിസ്കരിച്ച നിന്റെ ആഖിബത്ത് തന്നെ മോശമല്ലേ? നിന്റെ മരണം തന്നെ മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്ക്. അപ്പോഴാണ് ഈ മുടിയിൽ പെയിന്റ് ഒക്കെ അടിച്ചടക്കുന്ന മക്കളുടെ അവസ്ഥ ഓർമ്മ വരിക. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയൊക്കെ പറയാതിരിക്കലാ നല്ലത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഒരു കാര്യം ചെയ്യില്ലെന്ന് പറഞ്ഞ ആ മക്കൾ അതേ ചെയ്യത്തുള്ളൂ. ഇന്നത്തെ കുട്ടികളൊക്കെ ഈ മുടിയിൽ ബാർബർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് മോഡൽ വേണമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനത്തെ മോഡലുകളാ ഈ പെയിന്റൊക്കെ വാരി അടിച്ചു നടക്കുന്നവർ. എങ്ങനാ മോനെ നിന്റെ ഒതുവൊക്കെ ശരിയാവുക? എടാ, നീ നിസ്കരിക്കാൻ പോണ്ടടാ ചങ്ങാതി. നീ പള്ളിക്ക് പോയാ നിസ്കരിക്കാൻ ഒതുവില്ലാതെ പള്ളിക്കകത്ത് കയറി റബ്ബിനെ കളിയാക്കിയ പാപാ കിട്ടുക. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒതുവെടുക്കടോ. നിസ്കരിക്കുമ്പോ മാത്രമല്ല ഒതു, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഉറങ്ങുമ്പോഴും ഒതു വേണം. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് വേണം ഉറങ്ങാൻ. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഒതുവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത ബന്ധം എപ്പോഴും ഒതുവുണ്ടാകണം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒതുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, ആ ഉറങ്ങുന്ന സമയത്ത് ഒരു മലക്ക് നിന്റെ തലയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. അള്ളാഹുവിന്റെ ഒരു മലക്ക് നിന്റെ വീടിനകത്ത് നീ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയം നിന്റെ തലഭാഗത്ത് വന്ന് നിൽക്കുകയാ. എന്നിട്ട് ആ മലക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലക്കുൻ ലാ യസ്തൈഖിദു സഅതൻ മിൻ ലൈൽ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നീ എഴുന്നേക്കുന്നത് വരെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ടൊരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ നീ ഇബാദത്തിന്റെ കൂലി കൊടുക്കു പടച്ചവനെ. അല്ലാഹുവേ, ഒതുവോടുകൂടി കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ പെണ്ണിന് നീ പടച്ചവന് ഇബാദത്തിന്റെ കൂലി കൊട്, പാപം പുറത്തു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ എഴുന്നേക്കുന്നത് വരെ ഒരു മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മലക്കിന്റെ ദുആ കിട്ടും. ചെറുപ്പക്കാരാ, ഇനി മരിച്ചാലോ? അവിടെയാ മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഒതുവെടുത്തിട്ട് കിടന്നു, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, മരണമാണല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അപ്പോൾ മരണമല്ലേടാ. എടാ, ഒരാൾ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങി, ആ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നീ മരിച്ചാൽ നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? നിന്നെക്കാളും വലിയ ഭാഗ്യവാൻ ഈ ലോകത്താരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുകയാണെങ്കിൽ ഒതുവെടുത്തിട്ട് വേണം മരിക്കാൻ. ഒതുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും